ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകമായ ആശീർവാദം മാനസികമായി അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മാനസിക രോഗികളായി തീർന്നവരുണ്ട്, ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, നിരാശകൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്, സ്വാഭാവിക ജീവിതം നയിക്കാൻ പറ്റാതെ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ ഒത്തിരി മക്കളുണ്ട്. അതുമൂലം വിഷമിക്കുന്ന വേദനിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കർത്താവെ, പാരമ്പര്യമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ മനസ്സ് തളർന്നു പോയ എല്ലാ മക്കളെയും ഈശോ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനസ്സിന് ബലവും ധൈര്യവും നൽകണമേ. ഇവിടെ ജീവിതത്തിൻ്റെ നോർമലായിട്ടുള്ള വഴിത്താരകളിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമൂലം വേദനിക്കുന്ന വിഷമിക്കുന്ന മാതാപിതാക്കൾ, ദുരിതമനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, പാരമ്പര്യമായി നിൽക്കുന്ന ഏതെങ്കിലും മാനസിക രോഗത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ മേഖലയിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, ഈ ആശീർവാദം എല്ലാ മാനസിക അസ്വസ്ഥതകളുള്ള എല്ലാ മക്കൾക്ക് സൗഖ്യം നൽകട്ടെ. വല്ലാതെ ഭയപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ആകുലപ്പെട്ടും നിരാശപ്പെട്ടും ഒക്കെ ആയിരിക്കുന്നവര്, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരെ ഈശോയെ നീ പ്രത്യേകം സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.